ഇത് നാടിൻ്റെ ശുഭകരമായിട്ടുള്ള ലക്ഷണമാണ്. നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു തടസ്സങ്ങളെല്ലാം മാറുന്ന ഒരു യാത്രയാണ് ഈ കൗൺസിലർമാരുടെ ഡൽഹിയിലേക്കുള്ള യാത്ര. തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷനാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഒരുക്കങ്ങൾ എവിടെ വരെയായി? തലസ്ഥാനത്തിൻ്റെ പ്രതീക്ഷ എന്തൊക്കെയാണ്? നമ്മുടെ നഗരസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റി യോഗം കൂടുകയും 4 നിയോജക മണ്ഡലങ്ങൾ സിറ്റി ജില്ലയിൽപ്പെടുന്ന തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം 4 നിയോജക മണ്ഡലങ്ങളിലും താമര വിരിയിക്കണമെന്ന ലക്ഷ്യത്തിലോടുകൂടിയാണ് 4 നിയോജക മണ്ഡലങ്ങളിലും BJPയുടെ MLAമാരുണ്ടാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഓരോ ഘട്ടവും നടന്നുകൊണ്ടിരിക്കുകയാണ്. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള സിസ്റ്റമാറ്റിക്കായുള്ള പ്രവർത്തനം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. 4 A ക്ലാസ് മണ്ഡലങ്ങളാണ്. 4 A ക്ലാസ് മണ്ഡലങ്ങളാണ്. 4 BJP ജയിക്കും. BJPയുടെ MLAമാരുണ്ടാകും. അതിന് സംശയമൊന്നും വേണ്ട. കേരളത്തിലെ നിരവധി താമരകൾ വിരിയുന്ന കൂട്ടത്തിൽ തിരുവനന്തപുരത്തെ അനന്തപുരിയിലെ 4 MLAമാർ ഞങ്ങൾ സംഭാവന ചെയ്യും. ഉറപ്പ്, ഇതെൻ്റെ ഉറപ്പാണ്. നഗരസഭാ ഭരണം പിടിക്കോ സംശയം ചോദിച്ചല്ലോ, അന്ന് ഉറപ്പ് പറഞ്ഞില്ലേ? അതേ ഉറപ്പിൽ പറയുന്നു. 4 MLAമാർ തിരുവനന്തപുരം സിറ്റിയിൽ ഉണ്ടാവും, സംശയം വേണ്ട. നേമത്തെ സ്ഥാനാർത്ഥിയിൽ ഉറപ്പായി. ഇനി മറ്റ് സ്ഥാനാർത്ഥികളെ ഡിസ്കഷൻ തുടങ്ങും. അത് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്.